My dear friends, ഉഷാറാണല്ലോ. എന്തായാലും ഇന്ന് പലരിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഉറക്കമില്ലായ്മ എന്ന് പറയും. പല രീതിയിൽ നമ്മൾ ടയേർഡാണെങ്കിലും പോയി കട്ടിലേ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിന് മെയിൻ ഒരു കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ചേഞ്ചസ് തന്നെയാണ്, മാനസികമായിട്ടാണ് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പല കാര്യങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഓർക്കുക, അങ്ങനെയുള്ള കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു വിഭാഗം. അതല്ലെങ്കിൽ മുതിർന്നവരൊക്കെയാണ് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് അങ്ങനെ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള റീസൺസ് ആണ് ഈ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, കിടക്കാൻ നേരം നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്ത കാരണം തന്നെയാണ് നമുക്ക് ഉറങ്ങാൻ പറ്റാതെ. ബേസിക്കലി ഒരു 6 to 8 hours ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ് ഉറങ്ങാൻ പറ്റാത്ത ഒരു വ്യക്തിയും മാനസികമായ അസുഖങ്ങൾ വരെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായിട്ട്, എത്രയൊക്കെ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. എന്നാൽ അതിൽ കിടക്കുന്നതിന് മുമ്പ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കാനാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റമൂലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഔഷധം തയ്യാറാക്കിയെടുക്കാം. എന്നാലും ആ ഒരു ഔഷധം തയ്യാറാക്കിയെടുക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫെണൽ സീഡാണ്. ഫെണൽ സീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പെരുംജീരകമാണ്. ഓക്കെ, ഇതാണ് പെരുംജീരകം. സാധാരണ ജീരകമല്ല, പെരുംജീരകമാണ്. സാധാരണ ജീരകത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസം, വളരെയധികം ഗുണങ്ങളുമുള്ളതാണ് ഈ പെരുംജീരകം. സോ നമുക്ക് ഒരല്പം, ഏകദേശം 1 സ്പൂണോളം പെരുംജീരകം നമുക്ക് എടുക്കാം. ഒരു ചെറിയ സ്പൂൺ പെരുംജീരകം. ഇനി വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സാധാരണ ഏലക്കയാണ്. നമുക്ക് 1 സ്പൂൺ പെരുംജീരകം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ഏലക്ക നമുക്ക് എടുക്കാം. 3 ഏലക്ക. ഓക്കെ, നമ്മളിവിടെ ഉണ്ടാക്കുന്ന 1 ഗ്ലാസ് മരുന്നാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഏലക്ക ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഏലക്കയുടെ തോട് കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഈ കുരു തോടും ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചതുപോലെ ഇടാം. നമുക്ക് ഇതുപോലെ അടുപ്പത്ത് ഒരു പാൻ വെക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പെരുംജീരകവും അതുപോലെ തന്നെ ഏലക്കായി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ശരിക്കും തിളക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ശരിക്കും തിളക്കണം. എന്താ വെച്ചാൽ ഈ ഏലക്കായുടെയും അതോടൊപ്പം തന്നെ പെരുംജീരകത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ നല്ല ഗുണങ്ങളും, അതായത് ഇതെല്ലാം കൂടെ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റാം. മെഡിസിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ്. നമ്മൾ കിടക്കാൻ പോകുന്നത് എപ്പോഴാണോ ആ ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇത് ഉണ്ടാക്കുക. അതിനുശേഷം കിടക്കാൻ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇത് കുടിക്കുക. അതിനുശേഷം കിടക്കുക. കിടന്നു കഴിഞ്ഞാൽ താനെ നിങ്ങളുടെ സ്ട്രെസ് എല്ലാം മാറി സ്വാഭാവികമായിട്ടും വളരെയധികം സ്വസ്ഥമായിട്ട് തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ ആ സമയങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നുള്ളൂ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇതുകൊണ്ട് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ഒരു സൈഡ് എഫക്റ്റ് നമുക്കില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു മെഡിസിൻ ഈസി ആയിട്ട് നമുക്ക് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടക്കാൻ പോകുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് ഇത് കുടിക്കുക. അതിനുശേഷം ധൈര്യമായിട്ട് പോയി കിടക്കുക. നിങ്ങൾ പൂർണ്ണമായിട്ടും ശരീരത്തിലും മാനസികമായിട്ടുള്ള എല്ലാ സ്ട്രെസ്സും മാറ്റി നല്ല സുഖമായിട്ട്, അല്ലെങ്കിൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ കിട്ടി നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. സാധാരണ രീതിയിൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുടിച്ചു കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള ടെൻഷൻസും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മാറ്റി സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള സിമ്പിൾ മാർഗമാണ് ഈ ഒരു മെഡിസിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.